നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവാണെങ്കിൽ ഒരു വ്യക്തിക്കോ സാഹചര്യങ്ങൾക്കോ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന വ്യക്തിയോട് സഹതാപം കാണിക്കുക. കാരണം ആ വ്യക്തി ഇതിനകം നിങ്ങൾക്ക് താഴെയാണ്. നിങ്ങൾ 2 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. നിങ്ങളുടെ വാക്കുകളിലെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കാണുമ്പോൾ, മറ്റൊന്ന് ഒന്നും പറയാതെയും അറിയാതെയും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നവരോട്. മല പോലെയുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, ലോകം കയ്യിൽ വാളുവേന്തി നിങ്ങളെ എതിർത്താലും ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? നിങ്ങൾ അതിലൊന്നും പതറാതെ ലക്ഷ്യത്തിലേക്ക് പോകുമോ എങ്കിൽ നിങ്ങളൊരു അത്ഭുതം സൃഷ്ടിക്കപ്പെടും. കാൽ വഴുതി വീണാൽ രക്ഷപ്പെടാം, എന്നാൽ നാവിന് പറ്റുന്ന വീഴ്ചയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. തകർന്ന ഹൃദയത്തിലേക്കുള്ള ദുഃഖം ദൈവത്തിലേക്കുള്ള വാതിലാവുന്നു. നമ്മൾ തളർന്നു വീഴുന്നത്, തകർന്നു പോകുന്നത് ഒന്നും അവരറിയണ്ട. വസന്തത്തെ വരവേൽക്കാനായി പഴയ ഇലകൾ പൊഴിയുകയാണെന്ന് അവർ ധരിക്കട്ടെ. ദുഷ്ടനായ സുഹൃത്തിനെ വിശ്വസിക്കരുത്, സൗമ്യനായ മിത്രത്തെയും വിശ്വസിക്കരുത്. എന്തെന്നാൽ ചിലപ്പോൾ അയാൾ ദേഷ്യത്തിനടിമപ്പെട്ട് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്ത് പരസ്യമാക്കുന്നതാണ്. ഒരുമിച്ചിരിക്കുമ്പോൾ ചതിക്കുന്നതിനേക്കാൾ വലിയ ശത്രു ഉണ്ടാവില്ല. നമ്മുടെ തിന്മകൾ മുഖത്തു നോക്കി പറയുന്നതിനേക്കാൾ മറ്റൊരു സുഹൃത്താകാൻ മറ്റാരുമില്ല. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ പഠിക്കുന്ന പാഠത്തേക്കാൾ മികച്ചതാവില്ല അവയൊന്നും. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക.